നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തെ തകർന്ന സിസ്റ്റത്തെ നേരെയാക്കാൻ ദൌത്യം. തൃശൂരിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ലക്ഷ്യമെന്ന് കെ മുരളീധരൻ. കാട്ടാന ശല്യം രൂക്ഷമായ പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കുഞ്ഞു പുസ്തകങ്ങളുടെ ഗിന്നസ് റെക്കോർഡിന് 10 വയസ്സ്. ലോകത്തൊരാൾക്കും തകർക്കാൻ സാധിക്കാത്ത അൺബ്രേക്കബിൾ ഗിന്നസ് റെക്കോർഡ്. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. KC അഭിലാഷും കോൺഗ്രസ് നേതാക്കളും ആരോഗ്യമന്ത്രി കെ മുരളീധരന് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തെ തകർന്ന സിസ്റ്റത്തെ നേരെയാക്കൽ ദൌത്യം. തൃശൂരിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ലക്ഷ്യമെന്ന് കെ മുരളീധരൻ. 10 വർഷം കൊണ്ട് LDF സർക്കാർ തകർത്ത ആരോഗ്യവകുപ്പിനെ നേരെയാക്കലാണ് UDF സർക്കാരിന്റെ പ്രഥമ ദൌത്യം. പ്രതിപക്ഷത്തിന്റെ പ്രസ്താവന കണ്ടാൽ പകർച്ചവ്യാധികൾ ഇന്നലെ ഉണ്ടായതാണെന്ന് തോന്നും. എല്ലാ കാലത്തും ഇത്തരം അസുഖങ്ങളുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രണത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ ആരോഗ്യവകുപ്പും സർക്കാരും പൂർണ്ണ സജ്ജമാണ്. 1 മാസം കൊണ്ട് സകലതും നേരെയാക്കാനുള്ള അത്ഭുത വിളക്കൊന്നും കയ്യിലില്ല. സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും. ഉന്നത നിലവാരത്തിൽ തന്നെ പാവപ്പെട്ടവർക്ക് ചികിത്സ തേടാനുള്ള ഇടങ്ങളായി കേരളത്തിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളെ മാറ്റിയെടുക്കും. LDF സർക്കാർ ഒപ്പുവെച്ച് ആദ്യ വിഹിതം കൈപ്പറ്റിയ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ല. ഉപാധികളോടെ ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും. കരിക്കുലം സംസ്ഥാനം നിശ്ചയിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്ന തൃശൂർ ജില്ലയ്ക്ക് പഴയ ഊർജ്ജം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പിന്തുണയുടെ ഭാഗമാണ് ജില്ലയ്ക്ക് കോൺഗ്രസും UDFും നൽകിയ മന്ത്രിസ്ഥാനം. ആ ഊർജ്ജം ഉൾക്കൊണ്ട് തളരാതെ മുന്നോട്ടു പോകണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട 2 സീറ്റുകൾ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും സമ്പൂർണമായ ആധിപത്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാകണം. അതായിരിക്കണം ഇനിയുള്ള നാളുകളിൽ ഓരോ കോൺഗ്രസ് UDF പ്രവർത്തകന്റെയും ലക്ഷ്യം. ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയായി അധികാരമേറ്റ ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ആദ്യമായി എത്തിയ കെ മുരളീധരനെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. O. അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, MK അബ്ദുൾ സലാം, KV ദാസൻ, മേയർ നിജി ജസ്റ്റിൻ, സുനിൽ അദ്ദിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടങ്കണ്ടത്ത്, TU ഉദയൻ, CO ജേക്കബ്, IP പോൾ, KK ബാബു, PK രാജൻ എന്നിവരും പ്രസംഗിച്ചു. ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ വരാം. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഇരുണ്ട കാലഘട്ടം മാറി ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും എന്ന് അടിവരിയിൽ പറയാൻ ഈ സാഹചര്യം. ആ ഒരു തകർന്ന സിസ്റ്റത്തിൽ നിന്നും ഒരു ശരിയായ സിസ്റ്റത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ആരംഭിച്ചത്. കാരണം 10 വർഷക്കാലം എല്ലാം തകർന്ന സംവിധാനത്തിൽ നിന്നും അത് പെട്ടെന്ന് 1 മാസം കൊണ്ട് നേരെയാക്കാനുള്ള അനാവധി തെളിവുകളൊക്കെ നമ്മൾ ആരും കഴിയില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടാൽ കൊണ്ട് ഇത് നടപ്പാക്കുന്ന രീതിയാണ് ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും. പിന്നെ മാത്രമല്ല, ഈ വർഷത്തോടെ ഇതിൻ്റെ കാലാവധി ഏർപ്പാട് ഈ വർഷത്തോടെ അവസാനം. ഇനി അടുത്ത വർഷത്തില്ല കേന്ദ്രത്തിൻ്റെ പദ്ധതി. ഇപ്പോൾ ഇതിനെയൊക്കെ വ്യക്തതയുണ്ട്. അല്ലാതെ ചിലരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഞാനെന്നെ കഴിഞ്ഞ അല്ലാട്ടൊന്നുമല്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ എതിർത്തണ്ട. അന്ന് UDF എതിർക്കാനായിരുന്നല്ല, ഒപ്പുവയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഒപ്പുവെച്ചു, കാര്യം മുന്നോട്ട് പോയി ഒപ്പുവെച്ചു. ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം 14-ാം തീയതി ഒപ്പുവെച്ചു. 18-ാം തീയതി അന്ന് ക്യാബിനറ്റായ രാജൻ ചോദിച്ചു, ഒപ്പുവെച്ചോ, എന്താ അവിടെ നിലപാട്? പിണറായി എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ സംസാരിക്കും. 14-ാം തീയതി ഒപ്പുവെച്ചു. 18-ാം തീയതി ക്യാബിനറ്റ് രാജൻ ചോദിച്ചപ്പോഴാണ് പിണറായി പറയുന്നത് നമുക്ക് പിന്നീട് ആലോചിക്കാം. പിന്നെയാണ് സത്യം പുറത്തു.
അവിടേക്ക് ഒരു വീട് വാങ്ങിയില്ല. ഇത് രണ്ടും വാങ്ങിയിട്ട് പറയുകയാണ് UDF മലക്കം പറഞ്ഞു. UDF അന്നൊരു UDF അതിൽ ഒപ്പുവെക്കില്ലേ? ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്മാറ്റം സാധ്യത വരും. പിന്നെ ഒരു വീടും വാങ്ങിയില്ല. ഒരു എന്താ പറയുന്നത്, മറ്റുള്ള ജില്ലക്കാർ സന്തോഷിക്കുന്ന പോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ 13-ൽ 12 ജയിച്ച കോഴിക്കോട് മന്ത്രിയില്ല. നിങ്ങൾ 4 ജയിച്ചെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും UDF തൃശ്ശൂരിനോട് സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാൻ ഇതാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് എൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തല വായ ഞാനവിടെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഏതായാലും 2004 തൃശ്ശൂരിൽ സംഭവിച്ചത് നന്നായി, അതുകൊണ്ടാണല്ലോ ഈ സ്ഥാനത്ത്. പക്ഷേ എല്ലാവരും കഴിഞ്ഞ ലക്ഷം കിട്ടിക്കൊണ്ടെന്ന് നോക്കുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത ലോക്സഭയിൽ നമുക്ക് ജയിക്കാൻ അതിപ്പോൾ നമുക്കൊരു അഭിമാനിക്കാനുള്ളത് കോർപ്പറേഷൻ മേഖലയുടെ വേദിയിലുണ്ട്. അത് ഒഴികെ ബാക്കിയൊന്നും അത്ര സന്തോഷിക്കാൻ കഴിയില്ല. 967 ഞാൻ ഒരിക്കൽ കൂടെ എന്ന് ഓർമ്മിക്കും. 967 കാട്ടാന ശല്യമുണ്ടായ പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചുള്ളിക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിലും ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലങ്ങളിലാണ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് മെമ്പർ രേഖ ചാക്കോ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനീഷ് പ്ലാച്ചേരി, ജില്ലാ സെക്രട്ടറിമാരായ KT എബ്രഹാം, VS റഷീദ്, മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ എന്നിവർ സന്ദർശിച്ചത്. വന്യമൃഗശല്യം പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ടു. സോളാർ വൈദ്യുതി വേലി, ഹാങ്ങിംഗ് ഫെൻസിംഗ്, ട്രഞ്ചിംഗ് തുടങ്ങിയ 3 ലെയർ സുരക്ഷാ ക്രമീകരണം ഒരുക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകരുടെ രേഖകൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും സംഘം വ്യക്തമാക്കി. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 7ാം വാർഡിലെ വെള്ളക്കാരിത്തടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ വന്ന കാട്ടാന ശല്യം, കാട്ടാനക്കൂട്ടം ഈ സുബ്രേട്ടന്റെ കൃഷിയിടങ്ങൾ നശിപ്പിച്ച രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചേട്ടൻ ഇന്നും നാളെയും ജോലി ചെയ്യുന്നതല്ല. ഇവിടെ പല കൊല്ലങ്ങളിൽ ഇവിടെ കൃഷി ആവർത്തിച്ച് വിളകൾ കിട്ടി കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന ചേട്ടനായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഈ കൃഷിയെ കയറി ഈ പന്തലിൽ കയറുന്നതാണ്. ഈ പാവല് പന്തലിൽ കയറാറായതാണ്. ഓണത്തിന് ഇതിൻ്റെ ഫലം കിട്ടി പൈസ നേടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരവധി ഉണ്ടായത്. എന്തായാലും ഈ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. വനമേഖലകളിലൊക്കെ കടന്നു വന്നുകൊണ്ട് സാധാരണക്കാർക്ക് കടയിൽ പോകാനോ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ. എന്തിനു പറയണം, ഉള്ളിൽ ബാത്റൂം ഇല്ലാത്തവർ വെളിയിൽ ബാത്റൂം ഉള്ളവർക്ക് പോലും രാത്രിയിൽ പുറത്തിറങ്ങി ബാത്റൂം സൗകര്യങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇവിടെ കടന്നിരിക്കുന്നത്. ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്തത് മൂലം, മെയിൻ്റനൻസ് ചെയ്താലും അത് ആനയുടെ കുബുദ്ധി അനുസരിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞ് കൃഷിയിടങ്ങളിലേക്ക് കിടക്കുകയാണ്. പ്ലാവും മാവും ഉള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ കടന്നു വരുന്നത്. ഈ പ്ലാവോ മാവോ മുറിക്കാനുള്ള സംവിധാനവും നമ്മുടെ ഫോറസ്റ്റിൻ്റെ അധികൃതർ അത് സമ്മതിക്കുന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇതിനൊരു ശാശ്വത സമാധാനം ഇവിടെയുള്ള കർഷകർക്ക് വേണം. കാരണം ട്രഞ്ച് താത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏക പോംവഴി. ട്രഞ്ച് താത്തിക്കൊണ്ട് ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് കർഷകരെ ഇനി സഹായിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മനുഷ്യരും സമൂഹ മാധ്യമം മൊത്തം മനുഷ്യരും എല്ലാവരും, കൃഷിക്കാരും എല്ലാവരും, മാധ്യമക്കാരും മന്ത്രിതലങ്ങളിൽ ഇതിന് സമ്മർദ്ദം ചെലുത്തി ഇതിന് നല്ലൊരു തടയിടാനുള്ള, നാളുകളിൽ ഈ കർഷകരെ സംരക്ഷിക്കാനുള്ള, ഈ പ്രദേശം എന്ന് പറയുന്നത് കർഷകർ ഉപജീവന മാർഗം ചെയ്ത് ജീവിക്കുന്ന പ്രദേശമായതുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ലൊരു പദ്ധതി ഈ മേഖലകളിൽ കൊണ്ടുവരണമെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും വാർഡ് മെമ്പർ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദനാജനകമായ ഒരു സംഗതിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്.
നമുക്ക് കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായിട്ട് രാത്രികളിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലകളിലൂടെ 6-7 ആനക്കൂട്ടം നിരന്തരം വന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ ഇടപെടലുകളിലൂടെ അവരുടെ മറ്റേ RRT സംവിധാനത്തിലൂടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകളൂടെയും ഈ ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ട്രഞ്ചിങ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ ആനകളെ തുരത്താനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ മാത്രമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രഞ്ചിങ് നടത്തുക തന്നെ വേണം. അതിനുവേണ്ടി മന്ത്രിക്ക് നമ്മൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇത് ജനങ്ങളെ കൂട്ടത്തോടെ കഷ്ടത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് വരികയാണ്. ആനകൾക്ക് അറിയില്ല ഇപ്പോൾ ഇത് ഇവിടേക്ക് വരണോ വരണ്ടേ എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതല്ല. പക്ഷേ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കടമെടുത്ത് കൃഷി ചെയ്ത് ഉപജീവനമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കാരുത്തടം, ആനക്കുഴി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ള കർഷകർ വളരെയധികം കഷ്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും നമ്മളിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള മന്ത്രിയോടും അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് നടത്തണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും സമീപിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഫോറസ്റ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ അലാം സിസ്റ്റം കൂടി ഇവിടെ വെച്ച് ഇപ്പോൾ നമ്മൾ സ്പോട്ട് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു അലാം സിസ്റ്റം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭേദം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിന് വേണ്ട നടപടിയും കൂടി നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനൊരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം കൂടി ഫോറസ്റ്റിനോട് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. വന്ന കഷ്ടത്തിന് എന്താ പറയുക, ദുഃഖം രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് കുഞ്ഞു പുസ്തകങ്ങളുടെ ഗിന്നസ് റെക്കോർഡിന് 10 വയസ്സ്. ലോകത്തൊരാൾക്കും തകർക്കാൻ സാധിക്കാത്ത അൺബ്രേക്കബിൾ ഗിന്നസ് റെക്കോർഡ്. 10 വർഷങ്ങൾക്ക് മുൻപ് വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് കുഞ്ഞു പുസ്തകങ്ങളുടെ കൂട്ടുകാരനും പ്രചാരകനുമായ ഗിന്നസ് സത്താർ ആദൂർ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള 3137 മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് 2016 ജൂൺ മാസത്തിൽ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ച് ലാർജസ്റ്റ് കളക്ഷൻസ് ഓഫ് മിനിയേച്ചർ ബുക്സ് കാറ്റഗറിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം കൈവരിച്ചു. സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായി മാറി. 10 വർഷം പൂർത്തിയാവുകയാണ്. അസർബൈജാനിലെ ബാക്യൂ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള സലഗോവ സാരിഫ് തൈമൂർ ഗൈസിയുടെ പേരിലുണ്ടായിരുന്ന 7 സെന്റിമീറ്ററിന് താഴെയുള്ള 2917 പുസ്തകങ്ങളുടെ റെക്കോർഡാണ് 21 അടി നീളവും 4 അടി വീതിയുമുള്ള ഷെൽഫിൽ 2710 കഥാസമാഹാരങ്ങളും 427 കവിതാ സമാഹാരങ്ങളും പ്രദർശിപ്പിച്ച് സത്താർ മറികടന്നത്. സത്താർ ആദൂരിന്റെ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ സാധിക്കുന്നവ ആയതുകൊണ്ട് 10 വർഷമായിട്ടും ലോകത്തൊരാൾക്കും തകർക്കാൻ സാധിക്കാത്ത അപൂർവം അൺബ്രേക്കബിൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഒന്നായി ഇപ്പോഴും ഒരത്ഭുതമായി നിലനിൽക്കുകയാണ്. 2019 ഗിന്നസ് ബുക്കിലും 2020 ഗിന്നസ് ബുക്കിന്റെ ചൈനീസ് എഡിഷനിലും ഇടം പിടിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മിനിയേച്ചർ പുസ്തകങ്ങളുടെ ചർച്ചകളിൽ സത്താറിന്റെ പേര് പരാമർശിക്കുന്നു. 2008 ആരംഭിച്ച കുഞ്ഞു പുസ്തകങ്ങളുടെ വ്യത്യസ്തമായ രചനയിലൂടെയും നിർമ്മാണത്തിലൂടെയും 8 വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ റെക്കോർഡ് നേടിയെടുക്കാൻ സാധിച്ചത്. ലോകത്തിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കഥാസമാഹാരമായ 1 സെന്റിമീറ്റർ മാത്രമുള്ള വൺ, ഏറ്റവും ചെറിയ കവിതാ സമാഹാരമായ 1/2 സെന്റിമീറ്റർ മാത്രമുള്ള സോൾട്ട് എന്നീ പുസ്തകങ്ങളുടെ ഉടമയായ സത്താർ ഇതിനകം വായനയെ പ്രോത്സാഹിപ്പിക്കാൻ 500,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകി. 18 വർഷമായി സൗജന്യ പുസ്തക വിതരണം തുടങ്ങുന്ന ഗിന്നസ് സത്താർ ആദൂർ ഓൾ കേരള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റും സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ ചെയർമാനുമാണ്. വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു വായനാ വാരത്തോടനുബന്ധിച്ചാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള 1 സെൻറ്റിമീറ്ററിനും 5 സെൻറ്റിമീറ്ററിനും ഇടയിലുള്ള 3137 പുസ്തകങ്ങളുടെ പ്രദർശനം നടത്താനും അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കാനും ഇടയായത്. ഇപ്പോൾ ഈ 10 വർഷം കഴിയുമ്പോഴും എൻ്റെ റെക്കോർഡ് ലോകത്ത് 817 കോടി ജനങ്ങളുള്ള ലോകത്ത് ഒരാളും ബ്രേക്ക് ചെയ്യപ്പെടാതെ അൺബ്രേക്കബിൾ ഗിന്നസ് വേൾഡ് റെക്കോർഡായി ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായിട്ടും ഈ വായനാ ദിനത്തിൽ വായനയെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് KC അഭിലാഷും കോൺഗ്രസ് നേതാക്കളും ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകി.
പാണഞ്ചേരി പഞ്ചായത്തിലെ എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ സി അഭിലാഷിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രം പ്രദേശവാസികളുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ്. ഒരു നിയോജക മണ്ഡലത്തിന്റെ വലുപ്പമുള്ള പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായി ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു. എന്നാൽ നിലവിൽ ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ അടിയന്തര ചികിത്സയും തുടർ പരിചരണവും ആവശ്യമായി വരുന്നവർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ പാണഞ്ചേരിയിൽ ഒരു സർക്കാർ ആശുപത്രിയിലും കിടത്തി ചികിത്സാ സംവിധാനം ഇല്ല എന്നത് ദുഃഖകരമാണ്. ഒളകര, മണിയൻകിണർ, താമരവെള്ളച്ചാൽ, പൂവൻചിറ തുടങ്ങിയ നിരവധി ആദിവാസി ഉന്നതികൾ, നിരവധി പട്ടികജാതി ഉന്നതികൾ എന്നിവയും ഈ പഞ്ചായത്തിലുണ്ട്. പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അപകടങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും കിടത്തി ചികിത്സാ സൗകര്യത്തിന്റെ അഭാവം ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നു. സാധാരണ രോഗാവസ്ഥകളിൽ പോലും ദൂരെയുള്ള ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നു. ഇത് കുടുംബങ്ങൾക്ക് സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരെയും ഒരുക്കി കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കുന്നതിനും അതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത്. കോൺഗ്രസ് നേതാക്കളായ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, INTUC നിർമ്മാണ തൊഴിലാളി പ്രസിഡന്റ് PG ബേബി, മുൻ പഞ്ചായത്ത് അംഗം PC അജി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജി താണിക്കൽ, റെജി ജേക്കബ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിപിൻ വടക്കൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 2000-2005 കാലഘട്ടത്തിൽ P ശങ്കരൻ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV പത്രോസിന്റെ നേതൃത്വത്തിൽ കിടത്തി ചികിത്സാ സംവിധാനത്തിന് വേണ്ട പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതി തുടർ പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടില്ല. ഈ പദ്ധതിയെ ഇല്ലാതാക്കുകയും ചെയ്തു. വീണ്ടും ഇത് യാഥാർത്ഥ്യമാക്കിയാൽ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടുമായിരിക്കും. സിനിമാ സംവിധായകൻ പ്രിയനന്ദനന്റെ സിനിമാ ജീവിതത്തിന്റെ 25ാം വാർഷികം ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഒല്ലൂർ ജോൺ അക്കര ഓഡിറ്റോറിയത്തിൽ ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 9:30 പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനല്ലൂർ പ്രിയ സൗഹൃദത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഒല്ലൂർ സ്കൂൾ പ്രിൻസിപ്പൽ AG വിജന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രിയനന്ദൻ ഒരുക്കിയ വൈലോപ്പിള്ളി ഒരു കാവ്യജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൌൺസിലർ പോളി ജോസ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ, പ്രിയനന്ദൻ എന്നിവർ സംസാരിക്കും. ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പോളി ജോസ്, AA ജോസ്, സന്ദീപ് സഹദേവൻ, MC തൈക്കാട്, പ്രിൻസൺ അവണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂരിൽ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ 5 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് റോഡിലെ സെമിത്തേരി മതിലിനോട് ചേർന്നാണ് ചെടികൾ കണ്ടെത്തിയത്. 35 സെന്റിമീറ്റർ മുതൽ 55 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികളാണ്. എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രവീൺകുമാർ, രാജു NR, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, സിവിൽ എക്സൈസ് ഓഫീസർ ധനുഷ് കൃഷ്ണ എന്നിവരാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. Okay. കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ നടത്തി. ദേവസ്വം ജീവനക്കാരുടെ തൊഴിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച ധർണ CDEO സെക്രട്ടറി KD ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി.
ജോയിന്റ് സെക്രട്ടറി സതീശൻ നമ്പൂതിരി, രഞ്ജിത്ത് മേനോൻ, AS പ്രണവ് എന്നിവർ സംസാരിച്ചു. മീറ്റ് യുവർ കളക്ടർ 2.0 പരിപാടിയുടെ 6ാം അധ്യായത്തിൽ SRCUPS എടക്കളത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനോടൊപ്പം നടന്ന സംവാദത്തിൽ സ്കൂൾ കാല ഓർമ്മകൾ, ജോലി, ജീവിതം, IAS നേടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, ജീവിതാനുഭവങ്ങൾ എന്നിവ ചർച്ചയായി. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം കുറച്ച് വായനയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് കളക്ടർ ഉപദേശിച്ചു. വായനാശീലം വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും അനുയോജ്യമായ പുസ്തകങ്ങൾ വായിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കി. ഭക്ഷണശീലങ്ങൾ, ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം, മാതൃകാ വ്യക്തി, കുടുംബജീവിതം, പരിശീലന കാലത്തെ വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിലും ചോദ്യങ്ങളുണ്ടായിരുന്നു. നേച്ചർ ക്യാമ്പും കളിസാമഗ്രികളും സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും അറിവും പകർന്ന മികച്ച ഒരു അനുഭവമായിരുന്നു ഈ പരിപാടി. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹരോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സൂചന. കേരളത്തിൽ തരംഗമായി മാറിയ KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൂടുതൽ യാത്രക്കാരിലേക്ക് ദീർഘിപ്പിക്കുമെന്ന് സൂചന. ആൺപെൺ വ്യത്യാസമില്ലാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൌരന്മാർക്കും ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട്. രോഗികൾക്ക് എല്ലാ ബസ്സുകളിലും യാത്ര സൗജന്യമായിരിക്കും. മഹാത്മാ അയ്യങ്കാളി സ്മൃതി ദിനാചരണം സംഘടിപ്പിച്ചു. SC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട് അധ്യക്ഷനായി. മഹാത്മാ അയ്യങ്കാളിയുടെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നടത്തിയ പോരാട്ടങ്ങളും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അമിതാഭ്, BJP ജില്ലാ ഭാരവാഹികളായ സബീഷ് മരുതിയൂർ, നിധി KG, സൗമ്യ സലേഷ്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൾ രാജ, ശ്രീജിത്ത് വാടാനപ്പള്ളി, സുശാന്ത് ഐനിക്കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത സന്ദേശവും സാമൂഹിക സംഭാവനകളും വിവിധ നേതാക്കൾ അനുസ്മരിച്ചു. ചക്കാമുക്ക് ദേവി നഗറിലുള്ള വാടക വീട്ടിൽ നിന്ന് തമിഴ്നാട് അരുണാചലം സ്വദേശി ഭാരതി എന്ന സ്ത്രീയെ 2026 ജൂൺ 6 രാവിലെ മുതൽ കാണാനില്ല. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഭാരതിക്ക് മാനസിക പ്രശ്നമുണ്ട്. ഇരുനിറമാണ്, തലമുടി പറ്റ വെട്ടിയിട്ടുണ്ട്. കാണാതാകുമ്പോൾ നീല നിറത്തിലുള്ള നൈറ്റിയാണ് വേഷം. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. 9497918119 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോഴിക്കോട് ചെമ്പകടവ് സ്വദേശി 67 വയസ്സുള്ള ജോസഫിനെ കാണാതായിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. 168 സെന്റിമീറ്റർ ഉയരം, വെളുത്ത നിറം. കാണാതാകുമ്പോൾ ഷർട്ടും പാന്റുമാണ് വേഷം. ഇയാളെക്കുറിച്ച് അറിയുന്നവർ 9495632383 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓപ്പറേഷൻ തൂഫാൻ 36 കിലോയിലധികം കഞ്ചാവുമായി അതിസാഹസികമായി 2 പേരെ പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി മുബാഷിർ എന്നിവരെയാണ് കുന്നംകുളം പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അതിസാഹസികമായ ഈ പിടികൂടൽ. പോലീസിനെ കണ്ട് വാഹനം പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് ഓടിച്ചു കയറ്റി. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിൽ ഇടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതികളുടെ വാഹനത്തെ പിന്തുടർന്ന് അതിസാഹസികമായി പ്രതികളെ പിടികൂടുകയായിരുന്നു. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറ്റവാളിയാണ്. പിടിച്ചെടുത്ത കഞ്ചാവ് ബാംഗ്ലൂരിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. സമാന കേസുകളിൽ മുൻപും പിടിയിലായ പ്രതികളെ ഡാൻസ് ഓഫ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പൊതുസമാധാനത്തിന് ഭീഷണിയായ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ജിജുവാസ് എന്നയാളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ നെല്ലായി മാരാശ്ശേരി വീട്ടിൽ ജിജുവാസിനെയാണ് കാപ്പ ചുമത്തി 3 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. വധശ്രമ കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലും അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലുമടക്കം 13ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെർലിൻസ് കറിയ, ASI ജ്യോതിലക്ഷ്മി, GSCPO അഭിലാഷ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം പൊതുസമാധാനത്തിന് ഭീഷണിയായ കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നു. കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. പുറനാട്ടുകര ഞെരുക്കാവിൽ വാരിയത്ത് കൊച്ചമണി വാരസ്യാർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബിന്ദു, ഇന്ദു, സിന്ധു എന്നിവർ മക്കളും സതീഷ്, അശോക് കുമാർ, അനിൽ എന്നിവർ മരുമക്കളുമാണ്. മാടക്കത്തറ വാഴപ്പിള്ളി ഈനാശു മകൻ പോൾസൺ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മാടക്കത്തറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ. തെക്കുംപാടം കുന്നുമ്മേക്കര സന്തോഷ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. അജിതയാണ് ഭാര്യ. അജിത്, ആശ എന്നിവർ മക്കളും നവീൻ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യരംഗത്തെ തകർന്ന സിസ്റ്റത്തെ നേരെയാക്കാൻ ദൌത്യം. തൃശൂരിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ലക്ഷ്യമെന്ന് കെ മുരളീധരൻ. കാട്ടാന ശല്യം രൂക്ഷമായ പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു.
കുഞ്ഞു പുസ്തകങ്ങളുടെ ഗിന്നസ് റെക്കോർഡിന് 10 വയസ്സ്. ലോകത്തൊരാൾക്കും തകർക്കാൻ സാധിക്കാത്ത അൺബ്രേക്കബിൾ ഗിന്നസ് റെക്കോർഡ്. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. KC അഭിലാഷും കോൺഗ്രസ് നേതാക്കളും ആരോഗ്യമന്ത്രി K മുരളീധരന് നിവേദനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.